100% ഗ്യാരൻറ്റിയോടുകൂടി ഞാൻ ഇന്നൊരു സിറം പരിചയപ്പെടുത്തരാണ് കേട്ടോ. വേറൊന്നുമല്ല, കൊളോജിൻ സിറം. അതും ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ വേണ്ടി പറ്റും. വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കൊളോജിൻ സിറം. ഞാൻ ഒരുപാട് എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കിൻ കെയറിൽ നമുക്ക് കൊളോജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിന് ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫുഡിലൊക്കെ എപ്പോഴും നമ്മൾ കൊളോജിൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ എടുക്കുക. അതുപോലെ ഒരു സമയം കഴിയുമ്പോൾ, ഒരു 40 years ഒക്കെ കഴിയുമ്പോൾ കൊളോജിൻ സപ്ലിമെൻറ്റും കാര്യങ്ങളും നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ എടുക്കണം. നമ്മൾ സ്കിൻ വലിഞ്ഞു തൂങ്ങാതെ ഇരിക്കാനും അതുപോലെ തന്നെ റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാനും എപ്പോഴും ഗ്ലോ ആയിട്ടിരിക്കാനും ഒക്കെ നമുക്ക് കൊളോജിൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നാച്ചുറലായിട്ടുള്ള ഒരു കൊളോജിൻ സിറോ ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തരാൻ പോകുന്നത് കേട്ടോ. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ അടിപൊളി റിസൾട്ടാണ്. ഞാൻ അതാ പറഞ്ഞ 100% റിസൾട്ടാണ്. ഇത് ഒരു ആൻറ്റി ഏജിങ്ങിലേക്ക് പോകുന്നവർക്ക് മാത്രമാണോ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അല്ല, നമുക്ക് എല്ലാവർക്കും തന്നെ അത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മീൻസ് കുഞ്ഞു പിള്ളേർക്കല്ല, അതായത് ഒരു 30 വയസ്സ് 25-30 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഈ സിറം യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സൂപ്പറായിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരോടും ഒരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. അപ്പോൾ നമ്മളുടെ ചാനൽ 60K, അതായത് 60,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് നന്ദി, നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാത്തിനും തന്നെ ഒരുപാട് നന്ദി പറയുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് എന്താ പറയുക, അത്രയും വീഡിയോസ് ചെയ്ത് ഇവിടം വരെ നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട്, നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ വീഡിയോസായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ കൊളോജിൻ സിറം തയ്യാറാക്കേണ്ടത് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കാം. നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചിയാ സീഡ് നമ്മൾ എടുക്കുക. 1 സ്പൂൺ ചിയാ സീഡും നമുക്കൊരു 5 ആൽമണ്ട് എടുക്കാം കേട്ടോ. ഒരു 5 എണ്ണം മതി. ഒരു 5 ആൽമണ്ടും 1 സ്പൂൺ നമുക്ക് 1 ടീസ്പൂൺ ചിയാ സീഡും കൂടി എടുക്കുക. ഇത് രണ്ടും ഒന്ന് കുറച്ച് ഒരു 6 മുതൽ 7 ടീസ്പൂൺ വെള്ളത്തിൽ നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. 6 മുതൽ 7 ടീസ്പൂൺ നമ്മൾ എടുത്ത് പറയുവാണ് കേട്ടോ. കാരണം വെള്ളം കൂടുതൽ ആവാൻ പാടില്ല. നമ്മളിത് കംപ്ലീറ്റ്ലി ഒരു സിറമാണ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മുതൽ 7 സ്പൂൺ വെള്ളത്തിൽ തലേ ദിവസം നന്നായിട്ട് കുതിർത്ത് വയ്ക്കുക. എന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ നമുക്ക് നമ്മളുടെ ആൽമണ്ടിൻ്റെ പീലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതും നമ്മളുടെ ചിയാ സീഡും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മളിവിടെ സോക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെറിയൊരു ബ്ലെൻഡറിലിട്ട് ഒന്ന് അടിച്ച് മാറ്റി വയ്ക്കുക. സോ ഇത് നമ്മൾ എന്താ ചെയ്യുക, കാരണം ഇതേപോലെ ഞാൻ കുറേ ചിയാ സീഡിൻ്റെയൊക്കെ കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല. ഇത് കുറച്ചും കൂടെ കൊളോജിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതും കൂടി ആയതുകൊണ്ടാണ് ഇത് ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് നമ്മളുടെ ചെറിയ മിക്സിയുടെ ഇതിലൊക്കെ ഇട്ട് ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചതിന് ശേഷം ഒന്ന് സ്റ്റിർ ചെയ്തെടുക്കുക, ഒന്ന് പിഴിഞ്ഞെടുക്കുക. അതിനായിട്ട് നമ്മൾ വൈറ്റ് കോട്ടൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ തോർത്തോ വൃത്തിയുള്ള ഒരു നീറ്റായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് എടുക്കുക കേട്ടോ. അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു നമ്മുടെ എന്താ പറയുക എക്സ്ട്രാക്ട്സ് ഒക്കെ കളഞ്ഞിട്ടുള്ള സംഭവം മാത്രം പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഒരു സിറം രൂപത്തിൽ തന്നെ ശരിക്കും വരും. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് വെച്ചാൽ അത്ര അധികം ഉണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം എന്തായാലും അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളതും കൂടി ചെയ്ത് കാണിച്ചു തരാം. അപ്പം അത് നമ്മൾ മാറ്റി വയ്ക്കുന്നു. അതിലേക്ക് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ആൽമണ്ട് ഓയിലല്ല, നമുക്ക് ഒലിവ് ഓയിൽ എടുക്കുക. ആൽമണ്ട് ഓയിലാണ് ഇല്ലതെങ്കിൽ ആൽമണ്ട് ഓയിൽ എടുക്കാം, കോക്കനട്ട് ഓയിൽ എടുക്കാം. ഒലിവ് ഓയിൽ കുറച്ചും കൂടി ബെറ്റർ ആയതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ കുറച്ചും കൂടി ബെറ്റർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഒലിവ് ഓയിൽ ഇല്ല നമ്മുടെ കയ്യിൽ, കോക്കനട്ട് ഓയിൽ മാത്രമേ വീട്ടിലുള്ളൂ എങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂണാണ് ഇവിടെ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് എടുക്കണം എന്നില്ല, വെറും 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒലിവ് ഓയിൽ, അതും അല്ലെങ്കിൽ നമുക്ക് ആൽമണ്ട് ഓയിൽ എടുക്കാം. സോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 to 1.5 ടീസ്പൂൺ നമ്മളുടെ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് വെജിറ്റബിൾ ഗ്ലിസറിൻ നമുക്കറിയാം എല്ലാവർക്കും. സോ അത് നമുക്ക് ഷോപ്പുകളിലെല്ലാം തന്നെ മേടിക്കാൻ കിട്ടുന്നതാണ് ഗ്ലിസറിൻ. സോ 1.5 ടീസ്പൂൺ ഗ്ലിസറിൻ കൂടെ മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ തന്നെ ഒരുമിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. സോ അതിന് ശേഷം നമുക്കിത്
അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും 2 പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ശരിക്കും സിറമായിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം, അല്ലാതെ നമ്മളൊരു പാക്ക് പോലെയല്ല. നമ്മളത് സാധാരണ നമ്മളൊരു സിറമൊക്കെ അപ്ലൈ ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാം. ഒരു ദിവസം 2 പ്രാവശ്യമോ 3 പ്രാവശ്യം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നൈറ്റ് കെയർ ആയിട്ട് വേണമെന്നുള്ളവർക്ക് നൈറ്റ് കെയർ ആയിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നൈറ്റ് മുഴുവൻ വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അത് ബുദ്ധിമുട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യേണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ ചിലവർക്ക് അത് പറ്റത്തില്ല. ഈ നൈറ്റ് ഈ ഓയിലിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ വേണ്ട. അതല്ല കുഴപ്പമൊന്നും സ്കിന്നിന് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഏത് നാച്ചുറൽ ആയിട്ടുള്ള പാക്കാണെങ്കിലും ശരി, എന്താണെങ്കിലും ആദ്യം നമ്മളൊരു പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. നമ്മളിത് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ സ്കിന്നിൻ്റെ എവിടെയെങ്കിലും ചിലവർക്ക് ഗ്ലിസറിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരാം. പ്രശ്നമല്ല, ചിലപ്പോൾ ചെറിയ സ്കിൻ ഇറിറ്റേഷനോ അങ്ങനെ എല്ലാ സ്കിന്നിനും എല്ലാം ചിലപ്പോൾ ചേരണമെന്നില്ലല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ ഏതെങ്കിലും നമ്മുടെ ഫേസിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഫേസിൽ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. അതായത് നമ്മളെപ്പോഴും പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചിലവർ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഫേസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്കിന്നിൻ്റെ ഫേസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ കോർണറിലൊക്കെ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഇച്ചിങ്ങോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് എന്താ പറയുക, പിന്നെ നിങ്ങളത് യൂസ് ചെയ്യണ്ട എന്നുള്ളതാണ്. സ്കിൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പാടില്ല. അതല്ല, നമുക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ആൽമണ്ട് ഉണ്ട്, ചിയ സീഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. അതിൽ ഗ്ലിസറിൻ വരുന്നുണ്ട്, നമുക്ക് ഒലിവ് ഓയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസം തന്നെ നമുക്ക് 2-3 പ്രാവശ്യം ചെയ്താൽ പോലും കുഴപ്പമില്ല. എന്നാലും വേണ്ട 1-2 പ്രാവശ്യമെങ്കിലും എടുക്കാം കേട്ടോ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നമുക്കിതിനകത്ത് ചിയ സീഡ് ആൽമണ്ട് മാത്രം തലേ ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം എന്നേ ഉള്ളൂ. അതൊന്ന് അടിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇനി പിഴിഞ്ഞെടുക്കുമ്പോൾ വൈറ്റ് ക്ലോത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ സ്റ്റിർ ചെയ്തെടുക്കില്ല, അരിച്ചെടുക്കില്ല. അരിപ്പ വെച്ചിട്ട് നമുക്കത് അരിച്ച് എന്തെങ്കിലും സ്പൂൺ എന്തെങ്കിലും വെച്ച് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും അത് താഴെ കറക്റ്റായിട്ട് അരിച്ച് വന്നോളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണെങ്കിലും നമുക്കത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മളൊരു 45 ഒക്കെ ആയിട്ടുണ്ട്, സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്, ഭയങ്കര റിങ്കിൾസ് പെട്ടെന്ന് തന്നെ ചിലവരിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിങ്കിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതുപോലെ ഞാൻ ചില ആൾക്കാരെ കാണുമ്പോൾ ഒരു 35-36 വയസ്സിൽ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം തോന്നും. ആ രീതിയിൽ സ്കിൻ ഒന്നും തന്നെ ഇല്ല, ഭയങ്കര സ്കിന്നി ആയിട്ടുണ്ടാവും. പക്ഷേ ബോഡിക്ക് അത്രയും പ്രശ്നം വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഫേസ് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മളോട് എപ്പോഴും പറയും, മാം എന്താണ് ചെയ്യേണ്ടത്, കവള് വെക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് കുറേ പേര് ചോദിക്കാറൊക്കെ ഉണ്ട്. നമ്മൾ ആ കവള് വെക്കുക എന്നുള്ളതല്ല, നമ്മൾ സ്കിന്നിൻ്റെ ഇലാസ്റ്റികത നമ്മൾക്ക് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഇതുപോലത്തെ സിറം ഒക്കെ യൂസ് ചെയ്ത് വരുവാണ്. നമ്മളിപ്പോൾ ഒരുപാട് പൈസ കൊടുത്ത് കൊളോജിൻ സിറം നമുക്ക് ശരിക്കും നല്ല കോസ്റ്റ്ലിയാണ്. നമുക്ക് ഈ വൈറ്റമിൻ സി നല്ലത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഇതുപോലത്തെ സിറമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയാൽ അടിപൊളിയല്ലേ. നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, നല്ല റിസൾട്ടും കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളുടെ സ്കിൻ കെയറിൻ്റെ ക്ലാസ് വേണമെന്ന് ഒരുപാട് പേര് ചോദിച്ചു. എന്താണ് സ്കിൻ കെയർ എന്നുള്ളത്, സ്കിന്നിൻ്റെ പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ ഓരോ ഏജിനനുസരിച്ച് പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ക്ലാസ്സാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടവർ താഴെ നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അതുപോലെ ഹെയർ കെയർ, മേക്കപ്പ്, ഇതിന് 3ൻ്റെയും ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. മേക്കപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൽഫ് മേക്കപ്പ് നമ്മളെങ്ങനെയാണ് അത്രയും സെൽഫ് മേക്കപ്പ് അത്ര പ്രൊഫഷണലായിട്ട് ചെയ്യുക എന്നുള്ളതും അതും നമുക്കൊരു 1000 റുപ്പീസിൻ്റെ താഴെ വരുന്ന പ്രൊഡക്റ്റുകൾ വെച്ചുകൊണ്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മേക്കപ്പ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മേക്കപ്പ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് മാത്രമായിട്ട് എടുക്കാം. അല്ല മേക്കപ്പ് വേണം, ഹെയർ ട്രീറ്റ്മെൻറ്റ്, ഹെയർ സെറ്റിങ്സ്, ഹെയർ കെയറിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി എടുക്കാം. ഹെയർ കെയർ, ഹെയർ ട്രീറ്റ്മെൻറ്റ്, ഹെയർ സെറ്റിങ്സ്, ഇത് 3 കേട്ടോ ഹെയറിൻ്റെ ക്ലാസ്സിൽ. മേക്കപ്പിലാണെങ്കിൽ നമ്മൾ ന്യൂഡ് മേക്കപ്പ് നമുക്ക് സെൽഫായിട്ട് നമ്മളെങ്ങനെ ചെയ്യാമെന്നുള്ളത് കംപ്ലീറ്റ് പ്രൊഡക്ട്സ് നോളജും എല്ലാം തന്നെ വരുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ പ്രപ്പിംഗ് മുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കിൻ കെയർ എന്താണെന്നുള്ളത്, സ്കിൻ നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളതും ഓരോ ഏജിനനുസരിച്ചും ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാം തന്നെ അതിൽ വരുന്നുണ്ട്. പ്ലസ് നമുക്കിതിൻ്റെ നോട്ട്സും എല്ലാം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. സോ വീണ്ടും കണ്ട് മനസ്സിലാക്കി പഠിക്കാം. മേക്കപ്പ് ആണെങ്കിലും വീണ്ടും കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാസ് വേണ്ടവർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാവും. അപ്പോൾ ഇന്ന് പറഞ്ഞു തന്ന ഈ ഒരു സിറം
അടിപൊളി റിസൾട്ടാണ്. ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. അതേറ്റ് കാണുവാണെങ്കിൽ പറയാൻ മറന്നുപോയി, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് ബ്യൂട്ടി നോളേജ് നമ്മുടെ ചാനലിലൂടെ ഉണ്ടാവും. അതുമാത്രമല്ല നിങ്ങളുടെ കമൻസ് ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാറുണ്ട്. ഒരുപാട് പേര് പറഞ്ഞു റിപ്ലൈ ചെയ്യാറില്ല എന്ന്. ഞാൻ നോക്കാറുണ്ട്, റിപ്ലൈ ചെയ്യേണ്ട ഇതെല്ലാം തന്നെ ഞാൻ മാക്സിമം ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി വരികയാണ്. എനിക്കപ്പോൾ എല്ലാ സമയത്തും നമുക്ക് കുറച്ച് തിരക്കിലാവുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ കാണുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയണം, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.